18 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവന്റെ കല്യാണത്തിന് പോവാ, ആസാമിലാണ്. പോയിട്ട് ഒരു റെസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം വന്നാൽ മതി. പേരും പ്രശസ്തി ഇല്ലാത്തൊരു മുബാറക്ക് ബൈനെ കണ്ടിട്ടോ. അവിടെ ട്രെയിനിൽ നിന്ന് വായിക്കാൻ വേണ്ടി നമ്മളെ സാറിന്റെ ബുക്കും കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ കിഷിൻഗഞ്ചിന് നേരെ യാത്ര ചെയ്തിരിക്കുകയാണ്. കിഷിൻഗഞ്ച് ബീഹാറിലാണ്. ട്രെയിനിന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഗെയിമൊക്കെ നേരത്തെ കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും കുറച്ച് ബുക്കൊക്കെ വായിച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് എന്താ രസം എന്നറിയോ. 12 മണിക്കൂർ നീണ്ട യാത്ര ഉണ്ടെങ്കിലും പുറത്തേക്ക് നോക്കിയാൽ ഫുള്ള് പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ. കാമാക്കി ജംഗ്ഷൻ എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഗുവാഹത്തിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ്. ഇനി അടുത്ത ട്രെയിൻ വരുന്നത് വരെ കാത്തിരിക്കണം. ഞങ്ങൾ എത്തിയതാണെങ്കിൽ രാത്രി 2 മണിക്കാണ്. ഇനി രാവിലെ അടുത്ത ട്രെയിൻ 6 മണിക്കാണ്. ഗുവാഹത്തി വഴി ജാഗീർ റോഡിലേക്കാണ് അടുത്ത യാത്ര. ഉത്തരേന്ത്യയിൽ കാര്യപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊക്കെ വൈഫൈയും AC ഒക്കെ ഫ്രീ ആയിരിക്കും കേട്ടോ. അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. അങ്ങനെ എന്തായാലും ജാഗീർ റോഡ് എത്തി. നമുക്ക് പോകാനുള്ളത് ജുനാബലിയുടെ വീട്ടിലേക്കാണ്. ജുനാബലിന്റെ മോന്റെ കല്യാണമാണ്. ചെക്കന് 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അവിടെ 18 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം ഉണ്ടാവുന്ന. ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളല്ലേ. നമ്മളെ നാട്ടിൽ എന്തായാലും ഒരു 22, 24, 25 കഴിയൂലേ. അങ്ങനെ എന്തായാലും ജുനാബലിയുടെ വീട്ടിലേക്ക് പോകാനാണ് വിറ്റ്. സംഭവം 40 കിലോമീറ്റർ പോകാനുണ്ട്. ബസ് എന്ന് പറഞ്ഞ സാധനം തന്നെ അല്ല. എന്താ ഇവരൊക്കെ കേരളത്തിൽ പണിയെടുക്കുന്നവരാണ്. ജുനാബലിക്ക് മലയാളം അറിയാം, ഇവർക്കും മലയാളം അറിയാം. പക്ഷെ ഇവരൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. പോയി വരാം, നമുക്ക് കാണാം. വലൈക്കും അസ്സലാം. ഇത് നമ്മളെ കേരളത്തിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ പോയിട്ട് ഒരു റെസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം വന്നാൽ മതി. അങ്ങനെ എന്തായാലും ചായ കുടിച്ച് ജുനാബലിയുടെ വീട്ടിലേക്ക് പോവാണ്. സത്യം പറയാണ്ടല്ലോ, കല്യാണത്തിന്റെ ഡേറ്റ് ഒന്ന് ഞങ്ങളോട് ജസ്റ്റ് മാറി. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്.